ഞാൻ രേഖ. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മാമ്പഴം വെള്ളരിക്ക കാളനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 7-8 മാമ്പഴം എടുത്തിട്ടുണ്ട്. ചന്ദ്രക്കാരനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ആ മാങ്ങയൊന്ന് പിഴിഞ്ഞെടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളരിക്ക, ആവശ്യത്തിന് പച്ചമുളക് അവരവരുടെ എരിവനുസരിച്ച് ചേർത്താൽ മതി, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ഒരു 10 മിനിറ്റ് വേവിക്കാൻ വയ്ക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ. ഇനി റോസ്റ്റ് ചെയ്യാനായിട്ട് 4 വറ്റൽമുളക്, 1 ടീസ്പൂൺ അരി, 1/4 ടീസ്പൂൺ ഉലുവ, 3-4 കുരുമുളക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഒരുവിധം വേവായിട്ടുണ്ട്. ഇനി അതൊന്ന് നമ്മൾ റോസ്റ്റ് ചെയ്തൊന്ന് അരച്ചെടുക്കണം. തേങ്ങയുടെ കൂട്ടി 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച മാമ്പഴം വെള്ളരിക്കയിലേക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അരപ്പ് അതിലേക്ക് ചേർക്കുന്നു. ഉപ്പ് പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അരപ്പൊന്ന് വേവാനായിട്ട് അടച്ചു വയ്ക്കുക. ഇനി ആ സമയം കൊണ്ട് 500 ഗ്രാം തൈരാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കാന്താരിമുളകുണ്ട്, കാന്താരിമുളകാണെന്നല്ല 2-3 കാന്താരിമുളകും ചേർത്ത്, പച്ചമുളക് ഉണ്ടെങ്കിൽ ഒരു പച്ചമുളകും ചേർത്തൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും ചേർക്കാതെ. എന്നിട്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് അടിച്ചെടുത്ത തൈര് ഒഴിക്കുക. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് ചൂടാകുമ്പോൾ ഓഫാക്കുക. ഇനി അതിലേക്ക് കടുക് വറുക്കുകയാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ നെയ്യും ചേർത്താണ് കടുക് വറുക്കുന്നത്. വറ്റൽമുളക്, കറിവേപ്പില, കടുക്, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. അത് പൊടികൾ ഫ്ലെയിം ഓഫാക്കിയ ശേഷമാണ് ഇട്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാമ്പഴം വെള്ളരിക്കാളിലേക്ക് ചേർക്കും. താങ്ക് യു.